ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ ധാരാളം കൃതികൾ രചിച്ചിട്ടുള്ളത് നമുക്കറിയാം. 64ഓളം കൃതികളാണ് ഗുരു രചിച്ചിട്ടുള്ളത്. നമുക്കിന്ന് ലഭ്യമായിരിക്കുന്നത് പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിൽ വളരെ പ്രചാരം നേടിയ ഒന്നാണ് ദൈവദശകമെന്ന പ്രാർത്ഥനാ ഗീതം എന്നറിയപ്പെടുന്ന ഒരു കൃതിയാണ്. പക്ഷേ അതൊരു വെറും പ്രാർത്ഥനാ ഗീതമല്ല, മറിച്ച് ഉപനിഷത്തിൻ്റെ സാരമാണ്, സനാതന ധർമ്മത്തിൻ്റെ സാരമാണ്. പച്ച മലയാള പദങ്ങൾ കൊണ്ട് 10 ശ്ലോകങ്ങളിൽ ഗുരു അതിനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് വരെ ലോകം കണ്ടിട്ടുള്ള എത്രയോ മഹാത്മാക്കൾ, ജ്ഞാനികൾ എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഗുരു ചെയ്ത പോലെ 10 ശ്ലോകങ്ങളിൽ മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിലെ ആവശ്യങ്ങളും അവൻ്റെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും അവൻ എത്തിപ്പെടേണ്ട തലവുമൊക്കെ ഇത്ര ചുരുക്കി വിവരിച്ചിട്ടുള്ള, അതും ഇത്ര ലളിതമായ ഭാഷയിലൂടെ, പദങ്ങളിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള ഒരാളെയും നമുക്ക് കാണാൻ പറ്റില്ല. ഓരോരോ ഭാഷകളിൽ അവരവർക്ക് അനുകൂലമായ അവരവരുടെ രീതിയിൽ ആശയങ്ങൾ അവതരിപ്പിക്കുന്നതുണ്ട്, എത്രയോ ഭാഷകളിലുണ്ട്. പക്ഷേ ഇത്രയും സങ്കീർണമായ ഒരു വിഷയത്തെ ഏറ്റവും ലളിതമായി കുഞ്ഞു കുഞ്ഞു പദങ്ങൾ കൊണ്ട് അവതരിപ്പിക്കുക എന്നുള്ളത് അത്രമാത്രം തെളിച്ചമുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ദൈവദശകം എന്നുള്ള കൃതിയിൽ ഗുരു പറയുകയാണ്, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. അപ്പോൾ ഇവിടെ നീ അല്ലോ മായയും മായാവിയും എന്ന് ഗുരു പറയുന്നുണ്ട്. ഇവിടെ നീ എന്ന് പറയുന്നത് ദൈവത്തെയാണ്. നമ്മളുടെ ഭൗതികവാദികളുടെ ദൈവമല്ല, അതേപോലെ തന്നെ ഈശ്വരവാദികളായിട്ട്, അതായത് ദേവതാ സങ്കല്പങ്ങളിൽ മാത്രം ഉപാസനയും ഒക്കെ ആയിട്ട് പോകുന്ന അവരുടെ ആ ദൈവവുമല്ല ഇവിടെ ഗുരു പറയുന്ന ദൈവം. അത് ഉപനിഷത് പ്രോക്തമായിട്ടുള്ള ദൈവമുണ്ട്. അതായത് സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ എന്ന് ഉപനിഷത്ത് പ്രതിപാദിക്കുന്ന ആ ദൈവം, ഗുരു അതിനെ ഇവിടെ നീ എന്ന് പറഞ്ഞിരിക്കുകയാണ്. നീയല്ലോ മായയും മായാവിയും. ഇവിടെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായിട്ടുള്ള, ഒരിക്കലും നശിക്കാത്തതിനെയാണ് സത്യം എന്ന് പറയുന്നത്. ആ സത്യത്തെയാണ് ഇവിടെ ഗുരു നീ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നീ തന്നെ ആണിവിടെ എല്ലാം. മായ, നീയല്ലോ മായയും മായാവിയും. ഒരു മായയെ കാണിക്കണമെങ്കിൽ മായാവി വേണം. അപ്പോൾ ഇവിടെ മായാവിയായിട്ടും മായയായിട്ടും ഇരിക്കുന്നത് നീ തന്നെയാണ് എന്ന് പറയുകയാണ്. സർവം ഖലിതം ബ്രഹ്മ എന്ന് ഉപനിഷത്ത് പറയുന്ന മറ്റൊരു മഹാവാക്യമുണ്ട്. വേദങ്ങളിൽ, ഉപനിഷത്തുകളിലൊക്കെ ഏറ്റവും അതിൻ്റെ രത്നച്ചുരുക്കമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് മഹാവാക്യങ്ങൾ. അത് 4 എണ്ണമാണുള്ളത്. 4 വേദങ്ങളുണ്ട്. ഉപനിഷത്തുകൾ 10 പ്രധാനപ്പെട്ടതുണ്ട്. അതുകൂടാതെ 108 ഉപനിഷത്തുകൾ പറയുന്നുണ്ട്. അങ്ങനെ അനന്തമായിട്ടുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ എല്ലാം സാരമായിട്ട് വേദങ്ങൾ 4, ആ വേദങ്ങളിലൂടെ സമ്മറി, സത്ത എന്ന് പറയുന്നതാണ് ഉപനിഷത്തുകൾ. ആ ഉപനിഷത്തുകളുടെയും സത്തയാണ് മഹാവാക്യങ്ങൾ. അപ്പോൾ ആ മഹാവാക്യത്തിൽ ഒന്നാണ് സർവം ഖലിതം ബ്രഹ്മ. ഈ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഗുരു പച്ച മലയാളത്തിൽ അത് പറയുകയാണ്, നീ തന്നെയാണ് ഇവിടെ
മായയായിട്ടും മായാവിയായിട്ടും ഇരിക്കുന്നത്. എത്ര മനോഹരമായിട്ട് ഗുരു അതിനെ വർണ്ണിക്കുകയാണ്. അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഒത്തു സഞ്ചരിച്ചാൽ മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. പൊതുവേ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം, അത് ഏത് മതത്തിലായാലും അവർ ഇങ്ങനെ ഒരു ദൈവത്തെ സങ്കല്പിക്കുവാൻ അവർക്ക് ഇഷ്ടമില്ല. കാരണം അവരുടെ ദൈവം സ്വർഗത്തിലിരിക്കുന്നതാണ്. നമ്മൾ വിളിക്കുമ്പോൾ, നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമ്മൾക്കെല്ലാം ചെയ്തു തരുന്ന ഒരാളാണ്, ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ചെയ്ത് തരാതിരിക്കുമ്പോൾ നമ്മൾ പരിഭവം പറയുന്നതാണ്. ഞാൻ ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും എനിക്കെന്തുകൊണ്ട് ഇങ്ങനൊരു ഗതി വന്നു എന്ന് വിലപിക്കുന്നവരാണ്, പരാതിപ്പെടുന്നവരാണ് 99.25% ഭക്തന്മാർ. ഒരു മതവും അതിന് വ്യത്യസ്തമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ദൈവത്തെ ഇവരെല്ലാം സങ്കല്പിച്ച് വച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ വിവേകം ഇല്ലാത്തത് കൊണ്ടാണ്. ശരിയായ രീതിയിൽ വിവേകം പ്രവർത്തിക്കുന്നില്ല, അതായത് തിരിച്ചറിവുണ്ടാകുന്നില്ല. മഹർഷിമാർ അറിവ് പകർന്നു നൽകിയിട്ടുണ്ട്, പക്ഷേ തിരിച്ചറിയണം. ആ തിരിച്ചറിവ് നമ്മളുടെ എവിടെയോ നഷ്ടപ്പെട്ടു. ഈ അറിവ് വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ആ ഒരു ഉന്നതമായ തലത്തിൽ എത്തുകയും സമത്വസുന്ദരമായ ഒരു ഏകലോകം സൃഷ്ടിക്കുവാനും സാധിക്കും. തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ. എവർക്കും നമസ്കാരം.